ഇൻ്റഗ്രേഷൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് 121ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രൽ ഓഫ് tan x ഡിവൈഡഡ് ബൈ sec x പ്ലസ് cos x dx. ഇൻ്റഗ്രൽ ഓഫ് tan x ഡിവൈഡഡ് ബൈ sec x പ്ലസ് cos x dx. നമ്മൾ ചെയ്യാൻ പോകുന്നത് tan x-ന് sin x ബൈ cos x എഴുതും ഡിവൈഡ് ബൈ ഈ sec x-ന് സീക്കിന് റെസിപ്രോക്കൽ കോസ് ആണ്. അപ്പോൾ sec x-ന് നമ്മൾ 1 ബൈ cos x എഴുതും. ഈ cos x-ന് cos x തന്നെ എഴുതും. സീക്കൽ ഇൻ്റഗ്രൽ ഓഫ് sin x ബൈ cos x ഡിവൈഡ് ബൈ ഇവിടെ cos x LC എടുക്കുക ചെയ്താൽ cos x എടുത്താൽ 1 പ്ലസ് cos x dx. ഇൻ്റഗ്രൽ ഓഫ് കോസും വെട്ടിയാൽ പിന്നെ sin x ന്യൂമറേറ്ററിലും 1 പ്ലസ് cos x ഡിനോമിനേറ്ററിലും ഉണ്ടാവും dx. ഇനി നമ്മൾ cos x-നെ പുട്ട് ചെയ്യും. cos x-ന് ടീന് പുട്ട് ചെയ്യും. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് കോസിന് ഡെറിവേറ്റീവ് മൈനസ് sin x. അപ്പോൾ മൈനസ് sin x dx dt sin x dx സീക്കല്ലോ മൈനസ് dt. അത് മൈനസ് dt ബൈ 1 പ്ലസ് ടി സ്ക്വയർ പറഞ്ഞ് അങ്ങനെ പോകും. ഒന്നുകൂടെ ഒക്കെ ക്വസ്റ്റ്യൻ tan x ബൈ sec x പ്ലസ് cos x dx. tan x-നെ sin x ബൈ cos x എന്ന് എഴുതാം. sec x-നെ 1 ബൈ cos x എന്ന് എഴുതാം. cos n. എന്നിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ എൽ സി എടുക്കുമ്പോൾ cos x എൽ സി എടുത്താൽ cos x 1 പ്ലസ് cos x ഉണ്ടാവും. അതിവിടെ എഴുതി. അപ്പോൾ ഈ sin x ബൈ കോസിൻ്റെ ഇവിടെ ഉള്ളൊരു കോസും ഇവിടെ ഉള്ളൊരു ഡിവൈഡ് ബൈ ഇവിടെ ഒരു കോസും ഉണ്ട്. കോസും കൂടി ക്യാൻസലായി പോകും. കോസും ക്യാൻസലായി പിന്നെ മുകളിൽ sin x-ഉം ഡിനോമിനേറ്ററിൽ 1 പ്ലസ് cos x-ഉം. ഇൻ്റഗ്രൽ ഓഫ് sin x ബൈ 1 പ്ലസ് cos x dx. tan x-നെ sin x ബൈ cos x-ഉം sec x-നെ 1 ബൈ cos എന്ന് എഴുതി. എന്നിട്ട് ഈ 1 ബൈ cos പ്ലസ് cos എന്നുള്ളിടത്ത് cos എൽ സി എടുത്തിട്ട് 1 പ്ലസ് cos x എന്ന് എഴുതി. അപ്പോൾ മുകളിൽ ഈ കോസും വെട്ടി. പിന്നെ sin x-ഉം 1 പ്ലസ് cos x-ഉം വന്ന് ഇതിൽ ഈ ഡിനോമിനേറ്ററിലെ cos x-നാണ് പുട്ട് ചെയ്യുന്നത്. കാരണം കോസിന് ഡെറിവേറ്റീവ് മൈനസ് സൈൻ മുകളിൽ ഉണ്ടാകൊണ്ടാണ് cos x-ന് ടീന്ന് പുട്ട് ചെയ്യാം. cos x-നെ പുട്ട് ചെയ്യുമ്പോൾ മൈനസ് sin x dx dt. sin x dx മൈനസ് dt എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ sin x dx മൈനസ് dt ബൈ 1 പ്ലസ് cos x-നാണ് ടി. അപ്പോൾ ഇത് cos സ്ക്വയർ ആകുമ്പോൾ 1 പ്ലസ് ടി സ്ക്വയർ മൈനസ് dt ബൈ 1 പ്ലസ് ടി സ്ക്വയർ. മൈനസ് പുറത്തെടുത്താൽ അതിന് ഒന്നുകിൽ കോട്ട് ഇൻവേഴ്സ് ടി എന്നും പറയാം, അല്ലെങ്കിൽ മൈനസ് ടാൻ ഇൻവേഴ്സ് ടി. രണ്ട് ആൻസറുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. മൈനസ് പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ ഓഫ് dt ബൈ 1 പ്ലസ് ടി സ്ക്വയർ മൈനസ് ഓഫ് 1 ബൈ 1 പ്ലസ് ടി സ്ക്വയറിന് ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് ടി മൈനസ് ടാൻ ഇൻവേഴ്സ് ടി അങ്ങനെയും പറയാം, അല്ലെങ്കിൽ കോട്ട് ഇൻവേഴ്സ് ടി എന്ന് പറയാം. മൈനസ് 1 ബൈ 1 പ്ലസ് ടി സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് കോട്ട് ഇൻവേഴ്സ് ടി. രണ്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വേണം എടുക്കാം. മൈനസ് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതിന് നോക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ടി ഈ മൈനസ് ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ cos x. അപ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് cos x പ്ലസ് സി. ഇവിടത്തിന് ശേഷം മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ dt ബൈ 1 പ്ലസ് ടി സ്ക്വയർ. അപ്പോൾ 1 ബൈ 1 പ്ലസ് ടി സ്ക്വയർ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് ടി. അപ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് ടി. അപ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് ടിക്ക് വരാൻ cos x മൈനസ് ടാൻ ഇൻവേഴ്സ് cos x പ്ലസ് സി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 122ാമത്തെ ക്വസ്റ്റ്യനാണ്. 122. ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ e റേസ് ടു എക്സ് പ്ലസ് e റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. e റേസ് ടു മൈനസ് എക്സ് കാണുന്ന സമയത്തൊക്കെ നമ്മൾ 1 ബൈ e റേസ് ടു എക്സ് എഴുതിയിട്ടാണ് ചെയ്യുന്നത്. e റേസ് ടു മൈനസ് എക്സ് വരുന്ന സമയത്തൊക്കെ നമ്മളെന്താ ചെയ്യൽ
അപ്പോൾ 1/e raised x പ്ലസ് e raised xന് 1/e raised x എന്ന് എഴുതിയിട്ട് എൽ സി എടുക്കുക. അവിടെ ഡി എക്സ് ഉണ്ട്, 1/, ഇവിടെ e raised x എൽ സി എടുത്താൽ e raised x ഹോൾ സ്ക്വയർ പ്ലസ് 1, e raised x ഉണ്ട് e raised x, e raised x ഹോൾ സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. ഈ ഡിവൈഡ് ബൈനടിയിൽ e raised x മുകളിലെത്തിക്കഴിഞ്ഞാൽ ഫിഗർ ഇൻ്റഗ്രൽ ഓഫ് e raised x dx ഡിവൈഡ് ബൈ 1 പ്ലസ് e raised x ഹോൾ സ്ക്വയർ ഉണ്ടാവും. ഈ e raised x മുകളിലെത്തും. അപ്പോൾ e raised x dx മുകളിലും അടിയിലൊരു e raised x ഹോൾ സ്ക്വയർ പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് e raised x ഹോൾ സ്ക്വയർ, 1 പ്ലസ് e raised x ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് e raised x പുട്ട് ചെയ്യാം. e raised x ഡെറിവേറ്റീവ് e raised x തന്നെ. അപ്പോൾ e raised x dx ഡി ടി. അപ്പോൾ അതെന്താണെന്നറിയാം, ഡി ടി ഇത് ഡി ടി, e raised x dx ഡി ടി എന്നാണ്. അപ്പോൾ ഡി ടി ബൈ 1 പ്ലസ് ടി സ്ക്വയർ എന്നായി. e raised x ടി എന്നാണ്. ഇത് 1/1 പ്ലസ് ടി സ്ക്വയർ ഫോമായി ടാൻ ഇൻവേഴ്സ് ടിയിലേക്കാണ് വരുന്നത്. ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി, ടാൻ ഇൻവേഴ്സ് ഓഫ് ടീൻ്റെ വരെ e raised x, ടാൻ ഇൻവേഴ്സ് e raised x പ്ലസ് സി. അവിടെ e raised മൈനസ് എക്സിൽ എവിടെയാണുള്ളത് അവിടെ 1/e raised x എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ e raised x 1/e raised x വന്നിട്ട് ഇവിടെ e raised x എൽ സി എടുത്തിട്ട്, അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ e raised x ഉണ്ട് e raised x ഹോൾ സ്ക്വയർ പ്ലസ് 1 അപ്പോൾ e raised x ഹോൾ സ്ക്വയർ പ്ലസ് 1 ഉണ്ടാവും. ഈ ഇവിടെയുള്ള ഈ e raised x മുകളിലെത്തി. അപ്പോൾ e raised x dx ഡിവൈഡ് ബൈ e raised x ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നോ അല്ലെങ്കിൽ 1 പ്ലസ് e raised x ഹോൾ സ്ക്വയർ എന്ന് എഴുതി. എന്നിട്ട് e raised x ടി എന്ന് പുട്ട് ചെയ്ത്, അപ്പോൾ e raised x dx ഡി ടി നമുക്കറിയാം. ഇവിടെ e raised x dx ആണ് മുകളിൽ, അപ്പോൾ അതിന് ഡി ടി എന്നാവും. അപ്പോൾ ഡി ടി ബൈ 1 പ്ലസ് ടി സ്ക്വയർ എന്നാവും. 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഫോമായി. അത് ടാൻ ഇൻവേഴ്സ് ടി എന്നായി. ടീൻ്റെ വരെ e raised x ആണ്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് e raised x പ്ലസ് സി. നമ്മൾ ചെയ്യാൻ പോകുന്നത് 123-ാമത്തെ ക്വസ്റ്റ്യനാണ്. 123. 123-ാമത്തെ ക്വസ്റ്റ്യനാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ ഓഫ് cot x ഡിവൈഡ് ബൈ log sin x dx. ഇൻ്റഗ്രൽ ഓഫ് cot x dx ഡിവൈഡ് ബൈ log ഓഫ് sin x dx. ഇവിടെ നമ്മൾ log sin x പുട്ട് ചെയ്യും. ഡിനോമിനേറ്ററിലുള്ള log ഓഫ് sin x ടി എന്ന് പുട്ട് ചെയ്യാം. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ log x 1/x, ഇപ്പോൾ log sin x 1/sin x എന്ന് ആദ്യം എഴുതും. അതുപോലെ പിന്നെ സൈൻ ഡെറിവേറ്റീവ് കൂടി വേണം. sin x ഡെറിവേറ്റീവ് cos x കൂടി വേണം. പിന്നെ ഡി എക്സ് ഡി ടിയും. കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ് നമുക്കറിയാം. അപ്പോൾ cot x dx dt എന്നായി. ന്യൂമറേറ്റർ കറക്റ്റാണ്, cot x dx ആണ്. അപ്പോൾ അത് ഡി ടി ബൈ ടി എന്നായി. log sin x ടി എന്നാണ്. ഡി ടി ബൈ ടി വെച്ചാൽ 1 log mod ടി, 1/x, 1/xൻ്റെ log mod x, 1/tൻ്റെ log mod ടി. അപ്പോൾ log ടി എന്ന് പറഞ്ഞാൽ log sin. അപ്പോൾ log mod log sin x പ്ലസ് സി, log mod log sin x പ്ലസ് സി. അപ്പോൾ ഇവിടെ cot x ബൈ log sin x ആണ് ക്വസ്റ്റ്യൻ. ഈ log sin x പുട്ട് ചെയ്യുക, ടി എന്ന് പുട്ട് ചെയ്യുക. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ log x 1/x, അപ്പോൾ log sin x 1/sin x പോരാ. sin ഫംഗ്ഷൻ ആണ്. sin x ഡെറിവേറ്റീവ് കൂടി വേണം. cos x dx dt എന്നായി. പിന്നെ cos ബൈ സൈൻ കോട്ട് നമുക്കറിയാം. cot x dx dt എന്നായി. മുകളിൽ cot x dx എന്നാണ്. അപ്പോൾ മുകളിൽ dt എന്നായി. dt ബൈ ടി, log sin ടി ആണ്. അപ്പോൾ dt ബൈ ടി എന്ന് പറഞ്ഞാൽ 1/t, 1/tൻ്റെ ഉണ്ടെങ്കിൽ log mod ടി, ടീൻ്റെ വില log sin x. അപ്പോൾ log mod log sin x പ്ലസ് സി. ഞാൻ ചെയ്യാൻ പോകുന്നത് 124-ാമത്തെ ക്വസ്റ്റ്യനാണ്. 124. ഇൻ്റഗ്രൽ ഓഫ് e raised x into 1 plus x divided by cos square x e raised x dx. ഇൻ്റഗ്രൽ ഓഫ് യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്.
ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് എക്സ് ഇൻറ്റു 1 + x ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇ റേസ് എക്സ്. ഡിനോമിനേറ്ററിലെ കോസ് സ്ക്വയറിനുള്ളിൽ വരുന്ന ഒരു എക്സ് ഇ റേസ് എക്സിനാണ് നമ്മൾ ടീന്ന് പുട്ട് ചെയ്യുന്നത്. എക്സ് ഇ റേസ് എക്സിനാണ് ഈ എക്സ് ഇ റേസ് എക്സിന് ടീന്ന് പുട്ട് ചെയ്യുക. ഇനി ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ പ്രോഡക്റ്റ് റൂളാണ്. എക്സ് ഇ റേസ് എക്സിന് പ്രോഡക്റ്റ് റൂളാണ്. പ്രോഡക്റ്റ് റൂളിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഒന്നാമത്തത് ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തത് ഇൻറ്റു ഒന്നാമത്തേൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ഇ ഡിറ്റി. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. എക്സ് ഇൻറ്റു ഇ റേസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് എക്സ് പ്ലസ് രണ്ടാമത്തത് ഇ റേസ് എക്സ് ഇൻറ്റു ഒന്നാമത്തെ ഡെറിവേറ്റീവ് എക്സ് ഡെറിവേറ്റീവ് ആണ്. പിന്നെ എക്സിൻ്റെ ഇ റേസ് എക്സ് പ്ലസ് ഇ റേസ് എക്സിൻ്റെ 1 ഡി എക്സ് ഇ ഡി ടി. ഇ റേസ് എക്സ് പുറത്തെടുത്താൽ രണ്ടിൽ ഇ റേസ് എക്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇ റേസ് എക്സ് പുറത്ത് എക്സ് പ്ലസ് 1 ഉണ്ടാവും ഡി എക്സ് ഇ ഡി ടി. അപ്പോൾ അതാണ് ഇതിന് ന്യൂമറേറ്റർ അതാണ് ഇ റേസ് എക്സ് ഇൻറ്റു 1 + x ഡി എക്സ് സീകൾ ഡി ടി. ഇതന്നെയാണ് ന്യൂമറേറ്ററിൽ കറക്റ്റ് വന്നുണ്ട്. ഇ റേസ് എക്സ് ഇൻറ്റു 1 + x ഡി എക്സ് അത് ഡി ടി എന്നായി. മുകളിൽ ഡി ടി എന്നായി ബൈ കോസ് സ്ക്വയർ ടി. എക്സ് ഇ റേസ് എക്സ് ടി എന്നാണ്. കോസ് സ്ക്വയർ ടി എന്നായി. ഈ കോസ് സ്ക്വയർ ടി മുകളിലെത്തുമ്പോൾ സീക്ക് സ്ക്വയർ ടി എന്നാവും ഡി ടി. സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് സി സ്ക്വയർ. അപ്പോൾ സി സ്ക്വയർ ടീൻ്റെ ഇൻ്റഗ്രൽ ടാൻ ടി ഉണ്ടാവും. അതാണ് ആൻസർ. ടാൻ ടി പ്ലസ് ടീൻ്റെ വില മാറ്റി കൊടുത്താൽ ടാൻ ഓഫ് എക്സ് ഇ റേസ് എക്സ് പ്ലസ് സി. യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടാൻ ഓഫ് എക്സ് ഇ റേസ് എക്സ് പ്ലസ്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ അതുള്ള ന്യൂമറേറ്ററിലെ കോസ് സ്ക്വയറിനുള്ളിൽ വരുന്ന എക്സ് ഇ റേസ് എക്സിനെ ടീന്ന് പുട്ട് ചെയ്യുക. ഡിഫറൻസിയേഷൻ നടത്തുന്ന പ്രോഡക്റ്റ് റൂളാണ്. ശ്രദ്ധിക്കണം, പ്രോഡക്റ്റ് റൂളാണ്. എക്സ് ഇൻറ്റു ഇ റേസ് എക്സിൻ്റെ ഇ റേസ് എക്സ് പ്ലസ് ഇ റേസ് എക്സിൻ്റെ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. പ്രോഡക്റ്റ് റൂൾ എടുക്കുക. ഡി എക്സ് ഡി ടി. ഇ റേസ് എക്സ് പുറത്തെടുക്കുക. ഇപ്പോൾ എക്സ് പ്ലസ് 1 ഡി എക്സ് ഡി ടി എന്നുണ്ടാവും. എക്സ് പ്ലസ് 1 + x. ഇപ്പോൾ ഇ റേസ് എക്സ് ഇൻറ്റു 1 + x ഇൻറ്റു ഡി എക്സ് ഈക്വൽ ഡി ടി നെട്ടി. അതന്നെയാണ് ഇവിടെ വരുന്നത്. ഇ റേസ് എക്സ് ഇൻറ്റു 1 + x ഇൻറ്റു ഡി എക്സ്. അപ്പോൾ മുകളിൽ കംപ്ലീറ്റ് ഡി ടി എന്നായി. ഡി ടി ബൈ കോസ് സ്ക്വയർ ഇത് ടി ആണ്. ഡി ടി ബൈ കോസ് സ്ക്വയർ ടി എന്നായി. കോസ് സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ മുകളിൽ പോകുമ്പോൾ സീക്ക് സ്ക്വയർ ടി. സീക്ക് സ്ക്വയർ ടീൻ്റെ ഇൻ്റഗ്രൽ ടാൻ ടി. ടീൻ്റെ വില കൊടുക്കുമ്പോൾ ടാൻ ഓഫ് എക്സ് ഇ റേസ് എക്സ് പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ 125 125ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ ഓഫ് 1/1 + x² tan inverse x dx. 1/1 + x² tan inverse x dx. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1/tan inverse x ഇൻറ്റു 1/1 + x² dx എന്നൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയായി. 1/tan inverse x അങ്ങോട്ട് മാറ്റി പിന്നെ 1/1 + x² അങ്ങോട്ട് എഴുതി ഡി എക്സ്. ഇത് തന്നെയാണ് സ്റ്റെപ്പ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്നിട്ട് ടാൻ ഇൻവേഴ്സിന് പുട്ട് ചെയ്യാം. ടാൻ ഇൻവേഴ്സിന് പുട്ട് ചെയ്യുക. ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവാണ് 1/1 + x² dx = dt. അപ്പോൾ 1/1 + x² dx ഉള്ളത് വേറെ dt എന്ന് എഴുതാം. ഈ 1/1 + x² dxന് വരുമ്പോൾ dt എന്ന് എഴുതും. ഇത് 1/t. ടാൻ ഇൻവേഴ്സ് എക്സിന് ടി ആണ്. അപ്പോൾ 1/t × dt എന്നായി. 1/tan inverse x t ആണ്. അപ്പോൾ 1/t ഇൻറ്റു ഇത് ഡി ടി. 1/1 + x² dx dt എന്നാണ്. 1/t dt. 1/x dx പോലെ 1/xൻ്റെ ഇൻ്റഗ്രൽ log mod x. അപ്പോൾ 1/tൻ്റെ ഇൻ്റഗ്രൽ log mod t. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ log mod t എന്ന് പറഞ്ഞാൽ log mod tan inverse x. log mod tan inverse x പ്ലസ് സി. ഇപ്പോൾ ഇവിടെ 1/1 + x² 1/tan inverse എക്സിനെ അങ്ങോട്ട് മാറ്റി 1/1 + x² dx അങ്ങോട്ട് മാറ്റി ഒന്ന് മാറ്റി എഴുതി. എന്നിട്ട് ടാൻ ഇൻവേഴ്സ് എക്സിനെ പുട്ട് ചെയ്യാം. ടീന്ന് പുട്ട് ചെയ്യാം. ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവാണ് 1/1 + x². ഇപ്പോൾ 1/1 + x² dx dt എന്നായി. അത് ഇത് 1/1 + x² dx ആണ്. ഇത് dt എന്നാവും. ഇത് 1/t എന്നാവും. 1/t dt എന്നായി. 1/tൻ്റെ log mod t. ടീൻ്റെ വരെ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇപ്പോൾ log mod tan inverse x പ്ലസ് സി. ഇത് പഠിച്ചവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പ്രശ്നമില്ല. മുന്നോട്ട് നല്ല ഇതിൽ മുന്നോട്ട് പോകും.
എഴുതി പഠിച്ച ആൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, എഴുതി പഠിക്കാത്ത ആളുകൾക്ക് ചിലപ്പം ടഫായി തോന്നുന്നുണ്ടാവും. ഇനി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ശരിക്കും ശ്രദ്ധിക്കുക. എപ്പോഴും എന്തെങ്കിലും വേഗം ഇതുവരെയുള്ള പുസ്തകം കംപ്ലീറ്റ് 10 പ്രാവശ്യം എഴുതി പഠിക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ കൂടി മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കുക. നമ്മൾ ചെയ്യാൻ 126ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രൽ ഓഫ് log x ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് log x ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ഡി എക്സ്. log x ഡെറിവേറ്റീവ് ആണ് 1/x. അപ്പോൾ നമുക്കറിയാം log x ആണ് പുട്ട് ചെയ്യേണ്ടത്, മനസ്സിലായിട്ടുണ്ടാവും. ഇൻ്റഗ്രൽ ഓഫ് ഇത് log x ഹോൾ സ്ക്വയർ ഇൻറ്റു 1/x dx എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് log x പുട്ട് ചെയ്യാം. log x ഹോൾ സ്ക്വയർ ബൈ എക്സിനെ log x ഹോൾ സ്ക്വയർ ഇങ്ങോട്ട് മാറ്റുക, എന്നിട്ട് 1/x dx എന്നൊക്കെ എഴുതാം. അങ്ങനെ എഴുതാൻ ഡയറക്റ്റായിട്ട് തന്നെ ചെയ്ത് പോവുക ചെയ്യാം. ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ log x ഹോൾ സ്ക്വയർ ഇൻറ്റു 1/x dx എന്നൊക്കെ എഴുതിയിട്ട് log x പുട്ട് ചെയ്യാം. log x ഡെറിവേറ്റീവ് ആണ് 1/x. അപ്പോൾ 1/x dx dt ആയി. അപ്പോൾ ഇവിടെ ഈ 1/x dx എന്താവും, dt എന്നാവും. അപ്പോൾ ഇത് t സ്ക്വയർ dt എന്നാവും. log x t ആണ്, ഇത് log x ഹോൾ സ്ക്വയർ അപ്പോൾ t സ്ക്വയർ dt എന്നായി. 1/x dx dt എന്നാണ്. ക്ലിയർ ആണ്, ഒരു പ്രശ്നമില്ല. എഴുതി പഠിച്ചവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ടി സ്ക്വയർ എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3, ടി സ്ക്വയറിൻ്റെ ടി ക്യൂബ് ബൈ 3, ഇത്രയേ ഉള്ളൂ. ടീൻ്റെ വില log x അല്ലേ. അപ്പോൾ log x ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 എന്നാണ് ആൻസർ. log x ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3, log x ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 പ്ലസ് സി. ഒരു ക്വസ്റ്റിനോട് ചെയ്താൽ 127ാമത്തെ 127ാമത്തെ ക്വസ്റ്റിനും കൂടി എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് sec raised 4x dx. sec raised 4ന് sec സ്ക്വയർ ഇൻറ്റു sec സ്ക്വയർ എന്ന് എഴുതാം. sec raised 4ന് sec സ്ക്വയർ ഇൻറ്റു sec സ്ക്വയർ. sec raised 4xന് sec സ്ക്വയർ എക്സിൻ്റെ sec സ്ക്വയർ എക്സ് എന്ന് എഴുതാം. എന്നിട്ട് ഒരു sec സ്ക്വയറിന് 1 + tan സ്ക്വയർ എന്ന് എഴുതാം. കാരണം 1 + tan സ്ക്വയർ പറഞ്ഞാൽ sec സ്ക്വയർ ആണ്, നമുക്കറിയാം. 1 + tan സ്ക്വയർ sec സ്ക്വയർ ആണ്. ഇൻറ്റു sec സ്ക്വയർ എക്സ് ഡി എക്സ്. നമ്മൾ tan എക്സിനെ പുട്ട് ചെയ്യാം. കാരണം tan എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സി സ്ക്വയർ, അവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. tan എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്, tan എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് sec സ്ക്വയർ എക്സ്. അപ്പോൾ sec സ്ക്വയർ എക്സ് ഡി എക്സ് സീക്വൽ ഡി ടി എന്നായി. sec സ്ക്വയർ എക്സ് ഡി എക്സ് സീക്വൽ ഡി ടി. അപ്പോൾ അതെന്താണെന്ന് അറിയാം, ഇൻ്റഗ്രൽ ഓഫ് 1 + t സ്ക്വയർ ഡി ടി ആയി. 1 + t tan x t ആണ്, അപ്പോൾ 1 + t സ്ക്വയർ എന്നായി. sec സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി ആണ്, അപ്പോൾ 1 + t സ്ക്വയർ ഡി ടി എന്നായി. 1ൻ്റെ സാധാരണ ഇൻ്റഗ്രേഷൻ എടുക്കുമ്പോൾ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്, അത് ഡി എക്സിലാവുമ്പോഴാണ്. ഇത് ഡി ടിയിലാണ്, അതുകൊണ്ട് 1ൻ്റെ ടി. സാധാരണ 1ൻ്റെ ഇൻ്റഗ്രൽ പെട്ടെന്ന് നമ്മൾ എക്സ് എന്നാണ് ഇത്, അത് ഡി എക്സിലാണ്. പക്ഷെ ഇവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ ദിവസം ഇവിടെ ടിയിലേക്ക് മാറി പോകാണ്ട് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സിൻ്റെ പകരം 1ൻ്റെ ഇൻ്റഗ്രൽ ടി എന്നാണ്, ഡി ടിയിലാവുകൊണ്ടാണ് ടി എന്ന് എഴുതുന്നത്. എക്സ് സ്ക്വയർ ആണ് എക്സ് ക്യൂബ് ബൈ 3 എന്ന് എഴുതും. ടി സ്ക്വയർ ആയതുകൊണ്ട് ടി ക്യൂബ് ബൈ 3, ഇത്രയേ ഉള്ളൂ ടീൻ്റെ വില. അപ്പോൾ tan x പിന്നെ tan x ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി. വേണമെങ്കിൽ ഇതിനെ tan x പ്ലസ് tan ക്യൂബ് എക്സ് ബൈ 3, 3 മാത്രമേ ഉള്ളേ. tan ക്യൂബ് എക്സ് ബൈ 3 പ്ലസ് സീന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. tan x പ്ലസ് tan x ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 പ്ലസ് സി. അപ്പോൾ sec raised 4xന് sec സ്ക്വയർ എക്സിന് sec സ്ക്വയർ എക്സിന് അത് പ്രശ്നമില്ല, നമുക്കറിയാം. ഒരു sec സ്ക്വയറിന് 1 + tan സ്ക്വയർ എന്ന് എഴുതാം. 1 + tan സ്ക്വയർ ഞാൻ sec സ്ക്വയർ ആണ്, നമുക്കറിയാം. tan എക്സിനെ പുട്ട് ചെയ്യാം. tan എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് sec സ്ക്വയർ എക്സ്. ഇപ്പോൾ sec സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി എന്നായി. ഇത് ഡി ടി എന്നായി.
ഇത് 1+t² എന്നായി. അപ്പോൾ 1+t² dt എന്നായി. 1ൻ്റെ ഇൻ്റഗ്രൽ dx-ലാകുമ്പോൾ x ആണ് എടുക്കുക, നമ്മൾ എടുക്കുക. dt-ലാവുമ്പോൾ 1ൻ്റെ t പ്ലസ് t² t³ നമുക്കറിയാം. ടീൻ്റെ വില എന്ന് പറഞ്ഞാൽ tan x ആണ്. അപ്പോൾ ഇത് tan x പ്ലസ് tan x³ tan x പ്ലസ് tan x³ പ്ലസ് c. ഇത്ര എഴുതിയാൽ മതി. 127ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം പരമാവധി എഴുതി പഠിക്കുക. എല്ലാ സമയം ഉപയോഗിച്ച് പരമാവധി ഇൻ്റഗ്രേഷൻ കഴിയുന്നവരെ പരമാവധി എഴുതി പഠിക്കാം. ഓക്കെ.